അപ്പൊ നമ്മൾ പെട്ടെന്ന് ചാനൽ മാറ്റുകയാണ്. ഇപ്പൊ ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും കംപ്ലീറ്റ് വ്യത്യാസമായ ഒരു ചാനലിലേക്ക് മാറുകയാണ്. ഓക്കെ, റെഡി? പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ എഴുന്നേറ്റൊന്ന് വരാം, പകർന്നിടണേ. ആത്മാർത്ഥമായിട്ട്
എന്റെ പ്രിയ ജനമേ, ഞാൻ നിങ്ങളിൽ ശക്തമായി വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവിൻ. എന്റെ അഭിഷേകം നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും ശക്തിപ്പെടുത്തും. നിങ്ങൾ ഓരോരുത്തരിലും ഞാനും എന്റെ അഭിഷേകവും വസിക്കുന്നു എന്നറിയുവേൻ. ഇന്ന് ഞാൻ നിങ്ങളെ എന്റെ അഭിഷേകത്തിന്റെ അതിശക്തമായ സാന്ദ്രത കൊണ്ട് നിറയ്ക്കുന്നു. വിശ്വസിക്കുവിൻ, വിശ്വസിക്കുവിൻ, വിശ്വസിക്കുവിൻ. ഇപ്പോ ആരുടെയും നടുവേദന സൗഖ്യപ്പെടുന്നുണ്ട്. നടുവേദന ഇപ്പോ ഈ പ്രവചനത്തിന്റെ സ്ഥിരീകരണം നിങ്ങളെ ഈശോ പരിശുദ്ധാത്മാവും ഈശോയും അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശക്തമായ അഭിഷേകം നിങ്ങളിലേക്ക് ഒഴുകുന്നു എന്നതിന്റെ അടയാളമാണ്. ആരുടെയോ ശക്തമായ നടുവേദന ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നു. ആരാണത്? ഒരാള് ഇവിടെ, ഒരാള് ഒന്ന്. ഇനി ആരെങ്കിലും ഒന്നിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമോ? ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമോ? അതൊന്ന് മറ്റുള്ളവരിയ്ക്കാം. വർഷങ്ങളായിട്ട് എനിക്കുള്ളതാണ് ഈ കസേരയിൽ ഇരിക്കാൻ പാടില്ല. ഈ സൗഖ്യം ഇന്നലെ കിട്ടിയതാണ്. രാമ്പെടുപ്പിനെ എണീക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് നനങ്ങാൻ പറ്റിയില്ല. അനങ്ങി പിടിച്ചു വന്നു. അപ്പോഴേ നടുവിൻ്റെ ക്ലിപ്പ് മാറുള്ളൂ. ഇന്നലെ അതില്ലാഞ്ഞ് നേരം എടുത്തപ്പോൾ ഇല്ലാഞ്ഞ് ഇപ്പോൾ പൂർണ്ണ സൗഖ്യം കിട്ടും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു 4 മാസമായിട്ട് എനിക്ക് ഡിസ്ക് പ്രൊലോപ്സ് ചെയ്തിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഇതിനു മുമ്പ് ബ്രദറിൻ്റെ ധ്യാനത്തിൽ വലിയൊരു ആശ്വാസം കിട്ടി. പക്ഷേ വീണ്ടും ഞാൻ ചില കാര്യങ്ങൾ വെയിറ്റ് എടുക്കുകയും അതുപോലെ ട്വിസ്റ്റ് ചെയ്യും ഒക്കെ ചെയ്തപ്പോൾ വീണ്ടും ചെറുതായിട്ട് വന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഞങ്ങളിവിടെ പ്രാക്ടീസൊക്കെ ചെയ്തിരുന്നു, വേദന ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെയധികം ഒരു ഭയങ്കര, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റൊക്കെ ചെയ്ത് നോക്കി, വളരെയധികം ആശ്വാസം കാണുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു. ഇത് വെറും ഒരു രോഗശാന്തി അല്ല. ഇത് ഈശോ പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, അവൻ അവരോടൊത്ത് പ്രവർത്തിക്കും. നമ്മൾ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നമ്മളാണ് സുവിശേഷം പ്രഘോഷിക്കണമെന്നല്ല വിചാരിക്കേണ്ടത്. കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കുകയാണ്. അതാണ് സുവിശേഷ വേല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ് ഈ രോഗശാന്തികൾ. അപ്പോൾ ഇത് ഞാൻ ആഗ്രഹിച്ചതോ ഉദ്ദേശിച്ചതോ രോഗശാന്തി പ്രാർത്ഥനയോ നമ്മൾ പ്രാർത്ഥിച്ചില്ല. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രവചനം വന്നു. ആ പ്രവചനം ഇതായിരുന്നു: നിങ്ങളെ ഞാൻ എൻ്റെ വലിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നു. പക്ഷേ അത് കർത്താവ് തന്നെ സ്ഥിരീകരിക്കുകയാണ്. അതാണ് ഒരിക്കൽ ഇന്ന് തന്നെ നമ്മൾ ഈ വചനം പറഞ്ഞതാണ്. മർക്കോസ് 16:20 എന്താ പറയുന്നത്? അവൻ അവരോടൊത്ത് അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. വചനവും അതുപോലെ പ്രവചനവും ഇങ്ങനെ കർത്താവ് പ്രഘോഷിക്കുന്നതും കർത്താവ് അഭിഷേകം ചെയ്യുന്നതും കർത്താവ് തന്നെ സ്ഥിരീകരിക്കും. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ നമ്മുടെ സെഷൻ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പ് ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നോടി കൂടിയായിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ
ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഒരുമിച്ച് കൂടി ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലുള്ള വരദാനങ്ങൾ ഇങ്ങനെ പുറത്തു വരും. വരദാനങ്ങൾ അഭിഷേകമാണ്. ഇതാണ് ഈശോ പറഞ്ഞത്, അന്വേഷിപ്പിൻ കണ്ടെത്തും. എന്തിനാ നമ്മൾ അന്വേഷിക്കണേ? എന്തോ എവിടെയുണ്ട്, പക്ഷെ എവിടെയാണെന്നറിയില്ല, ഇല്ലേ? അപ്പൊ നമ്മളിൽ ധാരാളം വരങ്ങൾ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. അത് കണ്ടെത്തണം. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ. അതാണ് നിങ്ങൾ ചെയ്യാൻ പോണത്. എല്ലാവരുടെയും തലയിൽ മുട്ടണം. അതാണ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണതിൻ്റെ ഉദ്ദേശം. മുട്ടുമ്പോൾ അത് തുറന്നു കിട്ടും. ചോദിക്കുവിൻ തരപ്പെടും. നമുക്ക് തന്നെ അത്ഭുതം തോന്നും, ദൈവമേ ഈ വരങ്ങളൊക്കെ എന്നിലുണ്ടോ? ഭാഷാവരം, പ്രവചനവരം. ഇവിടെ സിസ്റ്റർ സോജി സിസ്റ്ററെ സോജ നിങ്ങൾക്കറിയാമോ ഈ സിസ്റ്ററിൻ്റെ അകത്ത് എന്തെല്ലാം വരങ്ങളുണ്ടെന്ന്? ഇപ്പോ ഞങ്ങളൊന്ന് കാണിക്കാൻ പോവാണ് കേട്ടോ. ഡോണ്ട് വരി, വായോ സിസ്റ്റർ സോജ. നമ്മൾ പന്തക്കൊസ്താ നാളിൽ അപ്പസ്തോലന്മാർ ഭാഷാവരത്തിൽ സംസാരിച്ചു. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നതൊന്ന്, ഭാഷാവരത്തിൽ സംസാരിക്കുന്നത് വേറൊന്ന്. മറ്റേ മൈക്കെടുത്ത് ശലബറക്കിരല